ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ലാംഗ്വേജ് ബേസിക് സ്ട്രക്ചേഴ്സ് ഏകദേശം ഒരു 10 വീഡിയോസ് കവർ ചെയ്തു. സെൻറ്റൻസ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചേഴ്സ് തന്നെ ഫോക്കസ് ചെയ്യാണ്. നിങ്ങൾ മലയാളം സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക, മനസ്സിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയാം, ഇംഗ്ലീഷ് നോക്കാതെ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. ഓക്കെ. രാജ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. നമ്മളങ്ങനെ പറയാം, രാജ വാസ് എ സ്മാൾ ബോയ്. യെസ്, രാജ വാസ് എ സ്മാൾ ബോയ്. രാജു ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഓക്കെ. പാമ്പുകളോടും തേനീച്ചകളോടും കളിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. പാമ്പുകളോടും തേനീച്ചകളോടും കളിക്കാൻ അവന് ഇഷ്ടമായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടിരുന്നു. ഹീ ലൈക്ക്ഡ്, അവനിഷ്ടപ്പെട്ടു. ടു പ്ലേ, കളിക്കാൻ. വിത്ത് സ്നേക്സ് ആൻഡ് ബീസ്, പാമ്പുകളോടും തേനീച്ചകളോടൊപ്പം കളിക്കാൻ. ഹീ ലൈക്ക്ഡ് ടു പ്ലേ വിത്ത് സ്നേക്സ് ആൻഡ് ബീസ്. ഓക്കെ. നെക്സ്റ്റ്. ഒരു ദിവസം അവൻ ഒരു തേനീച്ചയെ പിടിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം, വൺ ഡേ, അവൻ ഒരു തേനീച്ചയെ പിടിക്കാൻ ശ്രമിച്ചു. അവൻ ശ്രമിച്ചു. ഹീ ട്രൈഡ്, അവൻ ശ്രമിച്ചു. ടു ക്യാച്ച് എ ബി, ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഒരു തേനീച്ചയെ പിടിക്കാൻ അവൻ ശ്രമിച്ചു. തേനീച്ച അവൻ്റെ വിരലിൽ കുത്തി. തേനീച്ച അവൻ്റെ വിരലിൽ കുത്തി. ദ ബീ സ്റ്റങ് ഓൺ ഹിസ് ഫിംഗർ. സ്റ്റിങ്, സ്റ്റങ് സെക്കൻഡ് ഫോമാണ്, വെർബിൻ്റെ സെക്കൻഡ് ഫോം. കുത്തി. തേനീച്ച അവൻ്റെ വിരലിൽ കുത്തി. അവൻ്റെ മുത്തശ്ശിമാർ അവനെ ഒരു പാമ്പ് കടിച്ചതായി കരുതി, അല്ലെങ്കിൽ അവനെ ഒരു പാമ്പ് കടിച്ചതാണെന്ന് അവൻ്റെ മുത്തശ്ശിമാർ കരുതി. മുത്തച്ഛനും മുത്തശ്ശിയും. അപ്പം അങ്ങനെ പറയാം, ഹിസ് ഗ്രാൻഡ് പാരൻസ്, അവൻ്റെ മുത്തച്ഛൻ, മുത്തശ്ശിയും മുത്തച്ഛനും അവർ കരുതി. എന്താ പറയുക? ദേ തോട്ട്, അവർ വിചാരിച്ചു. എ സ്നേക്ക്, ഒരു പാമ്പ്. ബൈറ്റ് ഹിം, ഒരു പാമ്പ് അവനെ കടിച്ചതാണെന്ന്. ഇവിടെ പറഞ്ഞത് ഹിസ് ഗ്രാൻഡ് പാരൻസ് തോട്ട്, അവൻ്റെ ഗ്രാൻഡ് പാരൻസ് വിചാരിച്ചു. എ സ്നേക്ക് ബിറ്റ് ഹിം, ബിറ്റ് എന്നാണ് പറയാം കേട്ടോ, കടിച്ചു. ബൈറ്റ്, ബിറ്റ്. ഒരു പാമ്പ് അവനെ കടിച്ചതാണെന്ന് അവൻ്റെ മുത്തശ്ശിമാർ കരുതി. പാമ്പു കടിയേറ്റത് സുഖപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അവർ അവനെ കൊണ്ടുപോയി. സാധാരണ പാമ്പ് കടിച്ചാലൊക്കെ എന്താ പറയുക, ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് അവർ അവനെ കൊണ്ടുപോയി. അങ്ങനെ പറയാം. ദേ ബ്രോട്ട് ഹിം, അവൻ അവരെ കൊണ്ടുപോയി. ടു എ പേഴ്സൺ, ഒരാളടുത്തേക്ക്. ക്യൂർ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടി ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? അവനെ കൊണ്ടുപോയി. ഇവിടെ പറഞ്ഞത് ദേ ടുക്ക് ഹിം, ടേക്കിൻ്റെ ഫസ്റ്റ് ടുക്ക്, അവർ അവനെ എടുത്തു. ടു എ മാൻ, ഒരാളുടെ അടുത്തേക്ക് എടുത്തു, ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹു, അയാൾ. ക്യുയേർഡ്, അയാൾ ചികിത്സിച്ച് മാറ്റിയിരുന്നു. സ്നേക്ക് ബൈറ്റ്സ്, പാമ്പ് കടികളെ. അത് പാമ്പ് കടിച്ചാൽ ചികിത്സിക്കുന്ന ഒരാളടുത്തേക്ക് അവർ അവനെ കൊണ്ടുപോയി. അത് ഒരു തേനീച്ച കുത്തായിരുന്നു എന്ന് രാജ പറയാൻ ആഗ്രഹിച്ചു. അതായത് ഇതൊരു തേനീച്ച കുത്തിയതാണ് എന്ന് അവന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാജ ആഗ്രഹിച്ചു. രാജ ആഗ്രഹിച്ചു. ടു സേ, പറയാൻ വേണ്ടി. ഇറ്റ് വാസ് എ ബീ സ്റ്റിങ്, അല്ലെങ്കിൽ ബീ ബൈറ്റോ, അതൊരു തേനീച്ചയുടെ കുത്താണ് എന്ന് രാജ പറയാൻ ആഗ്രഹിച്ചു. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? രാജ വാണ്ടഡ് ടു സേ, രാജ പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഇറ്റ് വാസ് എ ബീ സ്റ്റിങ്, ഇതൊരു തേനീച്ച കുത്താണെന്ന്. രാജ വാണ്ടഡ്, രാജക്ക് ആവശ്യമായിരുന്നു. സേ, പറയേണ്ടത്. ഇറ്റ് വാസ് എ ബീ സ്റ്റിങ്, അതൊരു തേനീച്ച കുത്താണെന്ന്, തേനീച്ച കുത്തിയതാണെന്ന്. പക്ഷേ അവർ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവർ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദേ ടോൾഡ് ഹിം, അവർ അവനോട് പറഞ്ഞു. ടു ബി സൈലൻറ്റ്, നിശബ്ദനാവാൻ. അവിടെ പറഞ്ഞത് ബട്ട് ദേ ടോൾഡ് ഹിം, അവർ അവനോട് പറഞ്ഞു. ടു ബി ക്വയറ്റ്, ശാന്തനാവാൻ. ഓക്കെ. ഇവിടെ നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക. പല രീതിയിൽ ട്രാൻസ്ലേഷൻ വരാവുന്നതാണ്. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മിസ്സാവാതെ പോയാൽ മതി.
ആ മനുഷ്യൻ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചില മാന്ത്രിക വാക്കുകൾ പറഞ്ഞു. അതായത് ഇവർ ചികിത്സിക്കാൻ പോയ ആള്. അപ്പോൾ ആ മനുഷ്യൻ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചില മാന്ത്രിക വാക്കുകൾ പറഞ്ഞു. ദാറ്റ് മാൻ പോർ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. പോർ സം വാട്ടർ ഓൺ എ പോട്ട്, ഒരു പാത്രത്തിൽ. ആൻഡ് സെറ്റ് സം ചാൻസ്. ചാൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ. എന്താ ഇവിടെ പറഞ്ഞാൽ നോക്കാം. ദ മാൻ, ആ മനുഷ്യൻ, പുട്ട് വാട്ടർ, വെള്ളമെടുത്തു, ഇൻ എ പോട്ട്, ഒരു പോട്ടിൽ. ആൻഡ് സെറ്റ്, അദ്ദേഹം പറഞ്ഞു, സം മാജിക് വേർഡ്സ്, ചില മാജിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ. കുറച്ച് സമയത്തിന് ശേഷം രാജയുടെ വിരൽ സുഖപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷം, ആഫ്റ്റർ സം ടൈം, രാജയുടെ വിരൽ സുഖപ്പെട്ടു. രാജാസ് ഫിംഗർ ഗോട്ട് റിലീവ്ഡ്, അല്ലെ രാജാസ് ഫിംഗർ ഗോട്ട് ക്യൂർഡ്, രാജയുടെ വിരൽ പിന്നെ മാറി. ഇവിടെ പറഞ്ഞത് ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയങ്ങൾക്ക് ശേഷം. രാജാസ് ഫിംഗർ ഫെൽറ്റ് ബെറ്റർ, രാജയുടെ വിരലിന് പിന്നെ അസുഖം ഭേദമായി, അല്ലെങ്കിൽ കൂടുതൽ നല്ല അവസ്ഥയിൽ, വേദന കുറഞ്ഞു. ഫെൽറ്റ് ബെറ്റർ, ഫീൽ ഫെൽറ്റ്. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മാന്ത്രിക വാക്കുകൾ പ്രവർത്തിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മാന്ത്രിക വാക്കുകൾ പ്രവർത്തിച്ചു. ദാറ്റ് മാൻ സെറ്റ്, ആ മനുഷ്യൻ പറഞ്ഞു, മൈ മാജിക്കൽ വേർഡ്സ്, അല്ലെങ്കിൽ മൈ മാജിക് വേർഡ്സ് വർക്ക്ഡ്, എൻ്റെ മാജിക് വേർഡ്സ്, എൻ്റെ മാന്ത്രിക വാക്കുകൾ പ്രവർത്തിച്ചു. അവൻ്റെ മുത്തശ്ശിമാർ സന്തോഷിച്ചു. അവൻ്റെ മുത്തശ്ശിമാർ, ഹിസ് ഗ്രാൻഡ് പാരൻസ് ബിക്കെയിം ഹാപ്പി, അവർ സന്തോഷവാന്മാരായി. ഇവിടെ പറഞ്ഞത് ഹിസ് ഗ്രാൻഡ് പാരൻസ് വേർ ഹാപ്പി, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സന്തോഷവാന്മാരായിരുന്നു. രാജയെ സഹായിച്ചതിന് അവർ ആ മനുഷ്യന് സമ്മാനങ്ങൾ നൽകി. രാജയെ സഹായിച്ചതിന് അവർ ആ മനുഷ്യന് സമ്മാനങ്ങൾ നൽകി. അവർ നൽകി. ദേ ഗെയ്വ് ദാറ്റ് മാൻ, അവർ നൽകി ആ മനുഷ്യന് എന്ത്? ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ. എന്തിന്? ഫോർ ഹെൽപ്പിംഗ് രാജ, രാജയെ സഹായിച്ചതിന്. ഇവിടെ പറഞ്ഞത് ദേ ഗെയ്വ് ദ മാൻ, അവരെന്ത് ചെയ്തു? നൽകി ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ. ഫോർ ഹെൽപ്പിംഗ് രാജ, രാജയെ സഹായിച്ചതിന്. ഇത് ഞാൻ ആദ്യം ഒരു ജനറൽ ട്രാൻസ്ലേഷൻ പറയും, അതിനുശേഷം അടിയിൽ കൊടുത്ത ട്രാൻസ്ലേഷനും. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു സ്ട്രക്ചർ നിങ്ങളെ മൈൻഡിൽ ഫോം ചെയ്യുക, എങ്ങനെ സെൻറ്റൻസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, താങ്ക് യു.